ഈ കൃഷ്ണൻകുട്ടി ആണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടിയുടെ കമൻ്റ് ആണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചത്. താങ്കൾ നേരത്തെ താങ്കളുടേതാണ് എന്ന് പറഞ്ഞിരുന്നു. അതാണെങ്കിൽ താങ്കൾ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരെ വോട്ടെടുപ്പ് കഴിയുന്നതും വരെ യുദ്ധമാണോ ചർച്ചയെന്ന് ചോദിക്കുന്നു. ഒന്ന്, അത് വസ്തുതാപരമായി തെറ്റാണ്. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ പല ദിവസം നമ്മൾ ചർച്ച ചെയ്യുകയും താങ്കൾ അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. രണ്ടാമത്, ലോകത്ത് ഇത്രയും ആശങ്കയോടുകൂടി ജനം നിൽക്കുന്ന ഒരു സമയത്ത് അത് ചർച്ച ചെയ്യാതെ കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ് അതിലും പ്രധാനപ്പെട്ടത് എന്ന് താങ്കൾ ചിന്തിക്കുന്നത് ശരിയല്ല എന്നതുകൂടി താങ്കളെ അറിയിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. യുദ്ധം ചർച്ച ചെയ്തിരുന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് യുദ്ധം തുടങ്ങിയ നാൾ മുതൽ നമ്മൾ ചർച്ച നടത്തുന്നുണ്ട്. ഞാനും പല ദിവസങ്ങളിലും വിളിച്ച് സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് രാഷ്ട്രീയ പാർട്ടി മുന്നണികളെല്ലാം പ്രകടന പത്രിക പുറത്താക്കി ചാനലുകളെല്ലാം വാർത്തയായിട്ട് വരികയും അത് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുകയും ഇന്ന് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിലെ ഒരു അപാകത മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാതെ യുദ്ധം ചർച്ച ചെയ്തതെന്നോ ഒന്നുമല്ല ഉദ്ദേശിച്ചത്. അതാണ് എന്റെ കാര്യം. ഇനി ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്, ട്രംപ് പറയുന്നത് ഇനി 3 ആഴ്ചയോടെ യുദ്ധം ചെയ്യും, അല്ലാതെ തന്നെ യുദ്ധം അവർ ജയിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെന്തിനാ യുദ്ധം ചെയ്യുന്നത്? അപ്പൊ അതിന്റെ ഉദ്ദേശമൊക്കെ എന്താണ്? ഉദ്ദേശം മറ്റൊന്നുമല്ല. നേരത്തെ നമ്മുടെ പ്രേക്ഷകൻ വിളിച്ച് പറഞ്ഞിരുന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ശ്രദ്ധിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് ട്രംപിന് മാനുഷിക വികാരങ്ങൾ ഇല്ലാത്ത ഒരാളാണെന്നാണ് പറഞ്ഞത്. മനുഷ്യന് ചില വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആൾക്കാരുടെ ദയയും കരുണയും പരിഗണനയൊക്കെ ഉള്ള ഒരു മനുഷ്യ വികാരങ്ങളുണ്ടല്ലോ. അതൊന്നും ഇല്ലാത്തൊരു ക്രൂര മൃഗത്തെ പോലെയാണ് ട്രംപ് പെരുമാറുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോട് ഞാനും യോജിക്കുകയാണ്. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. നമ്മള് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഒരു 3ാം ശക്തി എന്നൊക്കെ നമ്മൾ ശക്തമായി അവകാശപ്പെടുന്ന കാലമാണല്ലോ ഇത്. നമ്മൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇന്ത്യ ഭരിക്കുന്നവര് ഇതിന് എന്തുകൊണ്ട് ഈ പറയുന്ന നമുക്ക് എന്തുമാത്രം നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ എണ്ണ വില കൂടുന്നു, ഗ്യാസിന്റെ വില കൂടുന്നു, ഹോട്ടലുകളിൽ ഗ്യാസ് കിട്ടാനില്ല, ഇങ്ങനെയെല്ലാം എന്തെല്ലാം രീതിയിൽ ആൾക്കാർക്ക് വിഷമം വന്നുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളുടെ വില കൂടുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇന്ത്യക്കാർ തന്നെ കഷ്ടപ്പെടുമ്പോ ഇന്ത്യ ഭരിക്കുന്നവര് ഇതിനെതിരെ ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്ത്യക്ക് വേണോ അമേരിക്കയുമായിട്ട്? അല്ലെങ്കിൽ ഇത് ഫ്രണ്ട്ഷിപ്പാണോ അടിമത്തമാണോ എന്നുള്ളതാണ് സംശയം. ഇത് ശരിക്കും അടിമത്തം തന്നെയാണ്. ശക്തമായി പ്രതികരിക്കുകയും ലോകരാജ്യങ്ങൾക്ക് ഇടപെട്ടിട്ട് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയെടുക്കുകയും അമേരിക്കക്കെതിരെ അല്ലെ യുദ്ധത്തിനെതിരെ പ്രതികരിക്കുകയും ചെയ്യേണ്ട ചുമതല ഇന്ത്യക്കുണ്ട്. അതിനുള്ള ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ പണ്ട് മുതലേ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോ ഇന്ത്യ ഒരു അമേരിക്കയുടെ സാമന്ത രാജ്യത്തെ പോലെയല്ലേ പെരുമാറുന്നത്? വളരെ മോശമല്ലേ കാര്യം? അതാണ് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ നാരായണനാണ് ശ്രീകണ്ഠാപുരത്തുനിന്ന്. ശ്രീ നാരായണൻ, ഈ ട്രംപ് ലോകത്തിനാകമാനം ഭീഷണി ഉയർത്തി നിൽക്കുകയാണോ? എന്താണ് പറയുന്നത്? അതെ, സത്യത്തിൽ പ്രിയപ്പെട്ട സാറേ, ഇത് വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. ഞാൻ മുമ്പും പറഞ്ഞു, ഒരു ഭൂതം ഇറങ്ങിയിരിക്കുകയാണ് ഈ അമേരിക്കയിലെ ഈ ട്രംപ് എന്ന് പറയുന്ന ഭൂതം. അയാൾ എന്തൊരു മനുഷ്യൻ! അയാൾ ഒറ്റൊരുത്തനാണ് ഇതിന്റെ ഉത്തരവാദി. പണ്ടേ അമേരിക്കക്കാർ നമ്മളെ ഇന്ത്യ വന്ന് ഭരിച്ച് ഇടിയിലെല്ലാം എടുത്തോണ്ട് പോയ കമ്പനിയാ. അപ്പോ ആടാ നോക്ക ഒരു മതഭ്രാന്തനം പോലെയാണ് കളിക്കുന്നത്. 2 മതങ്ങൾ തമ്മിൽ കളിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് പറയുമ്പോൾ കൂടി ആർക്കും ദേഷ്യം തരണ്ട. കാരണം എന്താ വെച്ചാല് അത് എന്താ പറയാണ്ടിരിക്കാൻ പറ്റുമോ? അത് കാരണം അമേരിക്ക ഇറാനെ ഉപദ്രവിക്കുമ്പോൾ ഇറാനിലെ കുട്ടികളെ അടക്കമാണ് കൊല്ലുന്നത്. അപ്പോ അത് ആലോചിച്ച് നോക്കണം നമ്മള്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. കാരണം മതഭ്രാന്താണ് സത്യത്തിൽ അമേരിക്കയെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും ഈടിലെ മാന്യന്മാർക്കൊന്നും അറിയില്ല. അറിയാറ്റല്ല, അവര് അത് നിൽക്കൂല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിന് വിലയുണ്ടെന്ന് ചോദിച്ചാൽ സത്യം എന്നും മുമ്പ് തന്നെയാണ്. അതൊരു സംശയം വിചാരിക്കണ്ട. എന്നും സത്യം മുൻപിൽ വരും. അത് നമുക്ക് പല അനുഭവങ്ങളും നമ്മൾ മനസ്സിലായതാണ്. പല യുദ്ധങ്ങളും നടത്തിയിട്ടും എന്താ സംഭവിച്ചത്? താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സന്തോഷാണ് കൊല്ലത്തുനിന്നും. സന്തോഷ്, ഈ ആധുനിക കാലത്ത് 2026 ഒരു രാഷ്ട്രത്തിന്റെ തലവൻ പറയുകയാണ് ഞങ്ങൾ ഇറാനെ ശിലായുഗ സമാനമായ അവസ്ഥയിൽ എത്തിക്കുമെന്ന്. ആ രാജ്യത്ത് ഭരണമാറ്റം വരുത്തുമെന്നൊക്കെ പറഞ്ഞ് യുദ്ധത്തിന് പോയ ഒരാളാണ് പറയുന്നത്. ശിലായുഗ സമാനമായ അവസ്ഥയിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ സർവ്വ പുരോഗതിയും സർവ്വ നിർമ്മിതികളും തകർത്ത് ആ രാജ്യത്തെ അത്രത്തോളം തരിപ്പണമാക്കുമെന്നല്ലേ? എങ്ങനെ പറയാൻ കഴിയുന്നു ഒരു മനുഷ്യന് അങ്ങനെയൊക്കെ? ശ്രീ അനിലാണ്, അനിൽ പൊതുവാളാണ് മുംബൈയിൽ നിന്നും. ശ്രീ അനിൽ, പറയാൻ താങ്കൾക്ക്. ശ്രീ അനിൽ കേൾക്കാമോ? അനിലിന്റെ ടെലിഫോൺ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ബഷീറാണ് നാദാപുരത്ത് നിന്നാണ്. ശ്രീ ബഷീർ, താങ്കൾ പറഞ്ഞോളൂ.
ഇപ്പോ നമ്മള് ഈ ഇറാൻ US യുദ്ധത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിലേക്ക് വലിച്ചാഴ്ത്തുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മള്. പിന്നെ അതിന് ഇല്ലാത്ത തലങ്ങളിലേക്കൊക്കെ വലിച്ചഴിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സാമ്രാജ്യത്വ വിരുദ്ധവും പിന്നെ അതുപോലെ മറ്റേ മതഭ്രാന്ത് മറ്റേ അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിന് ഒരു എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുള്ള ഒരു വിശകലനമൊക്കെ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ലളിതമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്ക ഈ ഒരു പിന്നെ യുദ്ധം തുടങ്ങി വെച്ചത് തന്നെ അമേരിക്കക്കെതിരായിട്ട് ഈ ഇറാൻ ഒരു ഭീഷണിയാണെന്ന് അവർക്ക് തോന്നി തുടങ്ങിയതിന് ശേഷമല്ലേ. ശരിക്കും എന്നാ അമേരിക്ക ഡെത്ത് ടു ഇസ്രായേൽ എന്ന് ശരിക്കും മുദ്രാവാക്യമായിട്ട് വെച്ച് ഒരു രാജ്യം നിൽക്കുമ്പോൾ അതിന് ബാലിസ്റ്റിക് മിസൈൽ 2000 കിലോമീറ്റർ എത്തുന്ന അമേരിക്കയിലടക്കം നാശങ്ങൾ വിതക്കാൻ ഉതകുന്ന രീതിയിലുള്ള ആയുധങ്ങളൊക്കെ സംഭരിച്ചു വെക്കുന്ന ഒരു രാജ്യം നിലനിൽക്ക് അവർക്കതൊരു ഭീഷണിയായിട്ട് തോന്നി ആ ഭീഷണിയെ തകർക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു എന്ന ലളിതമായ സത്യമല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അതെങ്ങനെയാണ് ശ്രീ ബഷീർ? ഒരു ചെറിയ സംശയം. ഒന്ന്, അവരുടെ ബാലിസ്റ്റിക് മിസൈലൊന്നും അമേരിക്ക വരെ എത്തില്ല. ഒന്ന്, നിലവിൽ അങ്ങനെ അമേരിക്ക വരെ എത്തിച്ച് തകർക്കാൻ കഴിയുന്ന സംവിധാനമൊന്നും അവരുടെ കയ്യിലില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് നേരെ എത്തിക്കാൻ കഴിയുള്ള രാജ്യം റഷ്യയുടെ കയ്യിലാണുള്ളത്, ചൈനയുടെ കയ്യിലുണ്ട്, ഇന്ത്യയുടെ കയ്യിലുണ്ട്, കൊറിയയുടെ കയ്യിലുണ്ട്. അവരെയൊക്കെ അല്ലേ ആക്രമിക്കാനെങ്കിൽ ചെയ്യേണ്ട? അവരുടെയൊക്കെ കയ്യിൽ ഈ ആയുധങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ചൈനയുടെ കയ്യിലോ റഷ്യയുടെ കയ്യിലോ അല്ല മറ്റ് ഇതര രാജ്യങ്ങളുടെ കയ്യിലോ ഉണ്ടെങ്കിൽ അത് ഒരു മതപരമായ മാനം അതിന് വരുന്നില്ല. കൊറിയയുടെ കയ്യിലടക്കമുണ്ട്. ഇവരൊന്നും പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ പോടാ പുല്ലേ എന്നൊക്കെ പറയുന്ന നാടൻ ഭാഷയിൽ പറയുന്ന പോലെ പറയുന്ന കൊറിയയുടെ പക്കലടക്കമില്ലേ? അവരെ ഏതെങ്കിലും അതിരൂക്ഷമായ രീതിയിലേക്ക് നയതന്ത്ര ബന്ധത്തിൽ പോലും അതിരൂക്ഷമായ പ്രതികരണം നടത്തുന്ന കൊറിയയുമായിട്ട് അവർക്ക് ആയുധമുണ്ട് എന്ന് കരുതി അമേരിക്ക കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.